UAE നിവാസികളിൽ 78% പേർക്കും വിറ്റാമിൻ ഡി കുറവാണെന്ന് ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ കണ്ടെത്തൽ. ആവശ്യത്തിലധികം സൂര്യപ്രകാശം ലഭിക്കുന്ന നാടായിട്ടും ഡി ജീവകത്തിന്റെ കുറവ് ഗൗരവത്തോടെ കാണണമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ആവശ്യത്തിന് സൂര്യപ്രകാശമേറ്റാൽ ശരീരത്തിൽ താനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകമാണ് വൈറ്റമിൻ ഡി. വർഷത്തിൽ മുഴുവൻ ദിവസവും സാമാന്യം ശക്തമായ വെയിൽ ലഭിക്കുന്ന രാജ്യമാണ് UAE. എങ്കിലും 78% പേർക്കും വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തതയുണ്ടെന്നാണ് ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ പഠനം വ്യക്തമാക്കുന്നത്. ഇത് എല്ലുകൾ പൊട്ടുന്ന ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. എല്ലുകളുടെ ബലക്ഷയം UAE നിവാസികളിൽ വ്യാപകമാണ്. ഇത് സൂര്യപ്രകാശം ഏൽക്കാത്തതുകൊണ്ട് മാത്രമല്ല, ഭക്ഷണശീലത്തിലെ പ്രശ്നം കൂടിയാണെന്ന് അതോറിറ്റിയിലെ ക്ലിനിക്കൽ ന്യൂട്രീഷൻ വിഭാഗം ഡയറക്ടർ ഡോക്ടർ വഫ ആയിഷ് പറയുന്നു. സൂര്യപ്രകാശത്തിലൂടെ ആഗിരണം ചെയ്യുന്ന വിറ്റാമിൻ ഡി കരളിലെത്തിയാണ് എല്ലുകളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. എന്നാൽ കരളിൽ വിറ്റാമിൻ ആഗിരണത്തെ ത്വരിതപ്പെടുത്തുന്ന ഘടകങ്ങൾ ഭക്ഷണത്തിലൂടെ കരളിലെത്താത്തതാണ് UAE നിവാസികൾ നേരിടുന്ന പ്രശ്നം. പലരും കൊഴുപ്പ് ഒഴിവാക്കിയ പാല് കുടിക്കുന്നതും സ്കിംഡ് മിൽക്ക് പൗഡർ ഉപയോഗിക്കുന്നതും കാൽസ്യത്തിന്റെ സാന്നിധ്യം കുറയ്ക്കുന്നുണ്ട്. കാൽസ്യം അടങ്ങിയ ചാള, അയില തുടങ്ങിയ മത്സ്യങ്ങൾ കഴിക്കുന്നതും ദിവസം 20 മിനിറ്റോളം വെയിലേൽക്കുന്നതും ഈ കുറവ് പരിഹരിക്കുമെന്ന് ഡോക്ടർമാർ പറയുന്നു. മീഡിയ 1 ദുബായ്. യമനിൽ 3ഇടത്തുണ്ടായ ചാവേർ സ്ഫോടനങ്ങളിൽ 40 പേർ കൊല്ലപ്പെട്ടു. യമനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടത്തുന്ന ഷിയ വിഭാഗമായ ഹൂതികളുടെ റാലിക്ക് തൊട്ടു മുൻപാണ് സ്ഫോടനം നടന്നത്. 2 സൈനിക താവളങ്ങളിലും സ്ഫോടനമുണ്ടായി. യമന്റെ തലസ്ഥാനമായ സൻആയിലാണ് സ്ഫോടനമുണ്ടായത്. പ്രകടനം നടത്താനായി ഹൂതികൾ ഒരുമിച്ച് ചേർന്ന പ്രദേശത്ത് ചാവേർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. 20 പേർ കൊല്ലപ്പെട്ടു. തൊട്ടുപിന്നാലെയാണ് ഹലറമൌത്ത് പ്രവിശ്യയിലെ സൈനിക താവളങ്ങളിൽ സ്ഫോടനമുണ്ടായത്. കാർ ബോംബ് സ്ഫോടനമുണ്ടായ അൽമുഖല്ല സൈനിക താവളത്തിൽ മാത്രം 13 സൈനികർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. നിരവധി മലയാളികൾ താമസിക്കുന്ന പ്രദേശങ്ങളിലാണ് സ്ഫോടനമുണ്ടായത്. ഇപ്പോൾ സംഘർഷാവസ്ഥക്ക് അയവ് വന്നിട്ടുണ്ട്. മലയാളികളില്ല ഇവിടെ. ഞങ്ങളൊക്കെ ആ സമയത്ത് തൈരൂരിൽ തന്നെ അതിന്റെ ചുറ്റുവട്ടം ഞങ്ങൾ ഉണ്ടായിരുന്നു. വലിയ സ്ഫോടനം കേട്ടിട്ട് ഞങ്ങള് അവിടുന്ന് മാറിപ്പോയി. ഇപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ ശാന്തമായിട്ടുള്ള അന്തരീക്ഷം അത് കഴിഞ്ഞതിന് ശേഷം കാണുന്നത്. പക്ഷെ ഈ ഹൂത്തി വിഭാഗത്തിലുള്ള ആൾക്കാര് എല്ലാ സനയുടെ വിവിധ ഭാഗങ്ങളിൽ അവര് പല ഭാഗങ്ങൾ ഒത്തുചേരുന്നുണ്ട്. 2011 യമനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ആരംഭിച്ചത്. വിവിധ പ്രതിപക്ഷ കക്ഷികളുമായി UN മധ്യസ്ഥതയിൽ നടത്തിയ ചർച്ചകളെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം അഹമ്മദ് അവാദ് ബിൻ മുബാറക് പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റെടുത്തത്. എന്നാൽ സർക്കാർ രാജിവെക്കാതെ പ്രക്ഷോഭം അവസാനിപ്പിക്കില്ലെന്നാണ് അൻസാറുല്ലാഹ് എന്നറിയപ്പെടുന്ന ഹൂതികളുടെ നിലപാട്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേരള ഘടകം നേതാക്കൾക്ക് പ്രവാസി സാംസ്കാരിക വേദി ഭാരവാഹികൾ റിയാദിൽ വരവേൽപ്പ് നൽകി. പാർട്ടിയുടെ സൗദി ഘടകം രൂപീകരണത്തിന്റെ ഭാഗമായി ഹസ്ര സന്ദർശനത്തിന് സൗദിയിലെത്തിയ നേതാക്കളെ റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വീകരിച്ചതായി പ്രവാസി ഭാരവാഹികൾ അറിയിച്ചു. അഡഹോ കമ്മിറ്റി ചെയർമാൻ സാജു ജോർജ്, ജനറൽ കൺവീനർ റഹ്മത്ത് തിരുത്തിയാട്, ട്രഷറർ സദറുദ്ദീൻ കീഴ്ശ്ശേരി, കമ്മിറ്റി അംഗങ്ങളായ നിബു വർഗീസ്, ഷാജി മാത്തുണ്ണി, അംജദ് അലി എന്നിവർ ചേർന്നാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് വാണിയമ്പലം, ജനറൽ സെക്രട്ടറി അംബുജാക്ഷൻ എന്നിവരെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത്. സ്നേഹനിലാവ് എന്ന പേരിൽ ദുബായിൽ നാളെ സ്റ്റേജ് ഷോ അരങ്ങേറും. ആംബിയൻ മീഡിയയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ദുബായ് ഗർഹൂദിലെ കിൻഡർ ഗാർഡൻ സ്കൂളിൽ വൈകിട്ടാണ് പരിപാടി. പ്രമുഖ ഗായകൻ എരഞ്ഞോളി മൂസയെ ചടങ്ങിൽ ആദരിക്കും. ജാസി ഗിഫ്റ്റ്, കണ്ണൂർ സിനദ്, ഷാലോ മേനോൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രോഗബാധിതരായി കിടക്കുന്ന കുട്ടികൾക്ക് സമാശ്വാസവും സമ്മാനങ്ങളുമായി ബഹ്റൈൻ വിദ്യാഭ്യാസ മന്ത്രി മാജിദ് ബിൻ അലി അനു ഐമി പെരുന്നാൾ അവധി ദിനത്തിൽ സൽമാനിയ ആശുപത്രിയിലെത്തി. കുട്ടികളോട് കുശലം പറഞ്ഞും അവരുടെ രോഗവിവരങ്ങൾ തിരക്കിയും മന്ത്രി ആശുപത്രിയിൽ ഏറെ നേരം ചിലവഴിച്ചു. രാജ്യത്ത് വിദ്യാഭ്യാസ പുരോഗതിക്കും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ക്ഷേമത്തിനായും നൂതന പദ്ധതികൾ ആവിഷ്കരിച്ചതായും മന്ത്രി പറഞ്ഞു. ഈദ് അവധി ദിനങ്ങളിൽ ബഹ്റൈനിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തനുണർവ് ലഭിച്ചതായി വിലയിരുത്തൽ. ബഹ്റൈൻ സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക വിനോദ പരിപാടികളിൽ പങ്കെടുക്കാൻ നിരവധി സന്ദർശകരാണ് രാജ്യത്തെത്തിയത്. ഒക്ടോബർ 4 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിൽ 132,000 സന്ദർശകർ ബഹ്റൈനിലെത്തി. കിങ് ഫഹദ് കോസ്വേ വഴിയും എയർപോർട്ട് വഴിയും മറ്റ് GCC രാജ്യങ്ങളിൽ നിന്നും ഈ വർഷത്തെ ഈദാഘോഷത്തിന് കൂടുതൽ പേർ ബഹ്റൈനിൽ എത്തിയതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സൗദിയിൽ സ്ത്രീകളുടെ വസ്ത്രങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും വിൽക്കുന്ന കടകളിലെ വനിതാവൽക്കരണത്തിന്റെ വിശദാംശങ്ങൾ തൊഴിൽ മന്ത്രാലയം പുറത്തുവിട്ടു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുള്ള വൻകിടകളിൽ ഒരേ സമയം 3 വനിതാ ജോലിക്കാരെങ്കിലും ജോലിക്ക് ഉണ്ടായിരിക്കണമെന്നാണ് മന്ത്രാലയത്തിന്റെ നിബന്ധന. 2-3 ഷിഫ്റ്റുകളിലായി ജോലി ചെയ്യുന്ന വേളയിൽ ഓരോ ഷിഫ്റ്റിലും ഈ എണ്ണം പാലിച്ചിരിക്കണം. വനിതാ ജോലിക്കാർ ഒറ്റപ്പെടാതിരിക്കാനും പീഡനത്തിന് ഇരയാവാതിരിക്കാനുമാണ് മന്ത്രാലയത്തിന്റെ ഈ പുതിയ നിബന്ധന.
ഇഞ്ചൂണിൽ നടന്ന 17ാമത് ഏഷ്യൻ ഗെയിംസിൽ മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കിയ ബഹ്റൈൻ താരങ്ങൾക്ക് രാജ്യത്ത് വൻ സ്വീകരണം. താരങ്ങളെ സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ചെയർമാൻ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും ഡെപ്യൂട്ടി ചെയർമാൻ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫയും അനുമോദിച്ചു. 19 മെഡലുകളാണ് ബഹ്റൈൻ താരങ്ങൾ മേളയിൽ നേടിയത്. ദമാം അൽ ഖോബാറിൽ മലയാളി ഹൃദയാഘാതം മൂലം മരിച്ചു. മലപ്പുറം കോട്ടപ്പുറം സ്വദേശി പൈക്കാരത്തോടി മുഹമ്മദ് ബഷീറാണ് കിങ് ഫഹദ് ഹോസ്പിറ്റലിൽ മരിച്ചത്. അദ്ദേഹത്തിന് 56 വയസ്സായിരുന്നു. ഖബറടക്കം ശനിയാഴ്ച അൽ ഖോബാർ തുഗ്ബ ഖബർസ്ഥാനിൽ നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. കേളി കലാ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ അവനിലേക്ക് ഒതുങ്ങുന്ന മലയാളി എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. ബത്ത സഫാമക്ക പോളിടെക്നിക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രശസ്ത സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ പങ്കെടുത്തു. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് അശോകൻ ചെരുവിൽ പറഞ്ഞു. കേളി സാംസ്കാരിക വിഭാഗം കൺവീനർ ദയാനന്ദൻ മോഡറേറ്ററായിരുന്നു. മാധ്യമപ്രവർത്തകരും പ്രവാസി എഴുത്തുകാരും സംഘടനാ പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു. വാർത്തകളെ തിരിച്ചുവരാം. 2022 ശൈത്യകാല ഒളിമ്പിക്സ് മത്സരങ്ങളുടെ തീയതികളിൽ മാറ്റമുണ്ടാകുമെന്ന് സൂചന. ഖത്തറിൽ നടക്കാനിരിക്കുന്ന 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനൽ മത്സരങ്ങളും ശൈത്യകാല ഒളിമ്പിക്സും ഒരേ സമയത്തായതിനാലാണ് സമയമാറ്റത്തിനൊരുങ്ങുന്നത്. 2022 ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ശൈത്യകാല ഒളിമ്പിക്സ് നടക്കേണ്ടിയിരുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് ഖത്തറിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനൽ മത്സരങ്ങളും നടക്കുക. ഈ സാഹചര്യത്തിൽ തീയതി മാറ്റം അനിവാര്യമാണെന്നാണ് യൂറോപ്യൻ സോക്കർ ക്ലബ്ബുകളുടെ മുതിർന്ന വക്താവ് ഉംബർട്ടോ ഗാണ്ടിനി പറഞ്ഞത്. The FIFA World Cup is one of the major events into the sports landscape with the Summer Olympics. The Winter Olympics are not there, with all respect as far as importance is concerned, but they are very, very important event for the sport. But if you are moving such a huge event like the World Cup from its natural window, സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ നടക്കുന്ന സ്പോർട്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ യൂറോപ്പിലെ 200ഓളം ക്ലബ്ബുകളുടെ സംഘടനയായ യൂറോപ്യൻ ക്ലബ്ബ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റും AC മിലാൻ സ്പോർട്സ് ഡയറക്ടറുമാണ് ഗാൻഡിനി. ശൈത്യകാല ഒളിമ്പിക്സ് വേദി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. നിലവിൽ ബീജിംഗും അൽമാട്ടിയുമാണ് അവസാന പട്ടികയിലുള്ളത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. PM ഫൗണ്ടേഷൻ ട്രസ്റ്റും ദുബൈയിലെ എയിം എന്ന സംഘടനയും സംയുക്തമായി 12 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടി ശില്പശാല സംഘടിപ്പിക്കുന്നു. മുൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മുഹമ്മദ് അനീഷിന്റെയും മുൻ കാലിക്കറ്റ് സർവകലാശാല അക്കാദമിക് ഡയറക്ടർ മുബാറക് പാഷയുടെയും മേൽനോട്ടത്തിൽ വിദഗ്ധരായ അധ്യാപകരാണ് ശില്പശാല നയിക്കുന്നത്. ഒക്ടോബർ 25 ശനിയാഴ്ച രാവിലെ 9 മുതൽ 5 വരെ ഷാർജ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ചാണ് പരിപാടി. ദുബൈ ഷെയ്ഖ് സായിദ് റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീപിടിച്ചത് പരിഭ്രാന്തി പടർത്തി. അഗ്നിശമന വിഭാഗത്തിന്റെ അടിയന്തര ഇടപെടലിനെ തുടർന്ന് കാർ നിർത്തി തീ അണച്ചതുകൊണ്ട് അത്യാഹിതം ഒഴിവായി. സംഭവത്തെ തുടർന്ന് ഷെയ്ഖ് സായിദ് റോഡിൽ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. വാട്സാപ്പിലൂടെ വരുമാനമുണ്ടാക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ലെന്ന് ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സുക്കൻബർഗ്. ഫേസ്ബുക്ക് ഏഷ്യൻ രാജ്യങ്ങളിൽ വ്യാപകമാക്കാൻ കൂടുതൽ പ്രാദേശിക ഭാഷകളിലുള്ള ആപ്പുകൾ വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും സുക്കർബർഗ് പറഞ്ഞു. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ സുക്കർബർഗ് നാളെ പ്രധാനമന്ത്രിയെ സന്ദർശിക്കും. വാട്സപ്പിലൂടെ വരുമാനമുണ്ടാക്കാൻ ശ്രമിച്ചാൽ 100 കണക്കിന് കോടിയുടെ ബിസിനസ് നടക്കും. എന്നാൽ ഇപ്പോൾ ദീർഘകാല പദ്ധതിയാണ് ഇക്കാര്യത്തിൽ തനിക്കുള്ളതെന്ന് സുക്കർബർഗ് പറഞ്ഞു. കൂടുതൽ ആളുകളെ വാട്സപ്പ് വഴി ബന്ധിപ്പിക്കുകയാണ് തന്റെ ലക്ഷ്യം. പിന്നീട് വാട്സപ്പ് വഴിയുള്ള വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കും. ഭാവിയിൽ വാട്സപ്പിന് പണം നൽകേണ്ടി വരുമെന്ന സൂചന നൽകുകയായിരുന്നു സുക്കർബർഗ്. അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് ഉപഭോക്താക്കളുള്ള ഇന്ത്യയിൽ പക്ഷേ ഫേസ്ബുക്ക് വഴിയുള്ള വരുമാനം കുറവാണ്. കൂടുതൽ പ്രാദേശിക ഭാഷകളിൽ ഫേസ്ബുക്ക് ആപ്പുകൾ നിർമ്മിച്ച് കൂടുതൽ ജനകീയമാക്കാനും ഇന്റർനെറ്റ് കണക്ടിവിറ്റി വ്യാപകമാക്കാനുമാണ് സുക്കർബർഗിന്റെ ശ്രമം. When you bring internet to a country like India, you're not just helping the people who don't have access to the internet today, you really are improving the world for everyone else too. Because, you know, the person who doesn't have the tools that they need to go build that company and bring that idea to the world, that's going to help people in all these other countries now have those tools or has those tools. And that's just a really profound thing, that if we can play some small role in making that happen, that's a huge deal. ഇതിനായി സുക്കർബർഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണും. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഖത്തറിൽ ആഘോഷവേളകളിലും അവധി ദിനങ്ങളിലും കടൽ തീരങ്ങളിൽ ഉല്ലസിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. സ്വദേശികളോടൊപ്പം മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികളും വിവിധ ബീച്ചുകളിൽ മീൻ പിടിക്കാനെത്തുന്നുണ്ട്. മത്സ്യവേട്ടയ്ക്കൊപ്പം കുന്തങ്ങൾ ഉപയോഗിച്ചുള്ള ഞണ്ടുപിടുത്തവും നടത്തുന്ന ഇവർ തീരങ്ങളിൽ തമ്പടിച്ച് ഇവ പാചകം ചെയ്തു കഴിക്കുകയാണ് പതിവ്. സ്ത്രീകളും കുട്ടികളുമടക്കം കുടുംബസമേതമാണ് മലയാളികൾ പലരും മത്സ്യവേട്ടയ്ക്കിറങ്ങുന്നത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പെരുന്നാൾ അവധി ദിനങ്ങളിൽ ഷമാലിലെ ബീച്ചിൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. UAE ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന് കീഴിൽ വെള്ളിയാഴ്ച വൈകിട്ട് 6 ദുബൈ അൽമിനാറിൽ റഷീദ് സുല്ലമി ഒദായിയുടെ പ്രഭാഷണം നടക്കും. ഈ വർഷത്തെ അറഫ പ്രസംഗത്തെ ആസ്പദമാക്കിയാകും പ്രഭാഷണമെന്ന് സംഘാടകർ അറിയിച്ചു.
ഷാർജയിലെ നടപ്പാതയിൽ സൈക്കിൾ യാത്രികർക്ക് വിലക്കുള്ളതായി സൂചന. നിരവധി സൈക്കിൾ യാത്രികരാണ് കഴിഞ്ഞ ദിവസം പോലീസ് താക്കീത് ചെയ്തത്. താക്കീത് പാലിക്കാത്തവരുടെ സൈക്കിളുകൾ പോലീസ് പിടികൂടുകയും ചെയ്തതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. നിരവധി സൈക്കിൾ യാത്രക്കാരുടെ ജീവനുകൾ ഇതിനകം റോഡുകളിൽ പൊലിഞ്ഞിട്ടുണ്ട്. അമിതവേഗതയിൽ വരുന്ന വാഹനങ്ങൾ ഇടിച്ചതാണ് മിക്ക മരണങ്ങളും നടന്നത്. ഇതിന്റെ ഭാഗമായി പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തി. കുവൈത്തിലെ ഒരുമ സാമൂഹ്യക്ഷേമ പദ്ധതിയിൽ അംഗമായിരിക്കെ നാട്ടിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ട കോഴിക്കോട് മാങ്കാവ് കുറ്റിയിൽ താഴം മുല്ലശ്ശേരി അകത്ത് നാസറിന്റെ കുടുംബത്തിനുള്ള സഹായധനം കൈമാറി. 2 ലക്ഷം രൂപയുടെ ഡ്രാഫ്റ്റ് വെൽഫെയർ പാർട്ടി കിണാശ്ശേരി ഏരിയ പ്രസിഡന്റ് NV അബ്ദുൾ റൌഫ് നാസറിന്റെ ഭാര്യയ്ക്ക് കൈമാറി. സോളിഡാരിറ്റി കിണാശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് ഷബീർ അലി, സെക്രട്ടറി അബ്ദുൾ അസീസ്, വടകര കോട്ടക്കൽ ജമാഅത്തെ ഇസ്ലാം യൂണിറ്റ് പ്രസിഡന്റ് AC ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു. ദുബൈ, ഷാർജ ഉൾപ്പെടെ UAEയുടെ വിവിധ എമിറേറ്റുകളിൽ ഉച്ചതിരിഞ്ഞ് ചാറ്റൽ മഴ പെയ്തു. ചിലയിടങ്ങളിൽ പൊടിക്കാറ്റുമുണ്ടായി. ചൂടുകാലം പൂർണ്ണമായും വിടവാങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ കാലാവസ്ഥാ വ്യതിയാനമെന്ന് നിരീക്ഷകർ അറിയിച്ചു. രാജ്യത്തുടനീളം താപനില ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ ന്യൂസ് 1 മിനിറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ശുഭരാത്രി.